ആ ലക്ഷ്യയുടെ ആ ഒരു ടീച്ചിങ് നമുക്ക് ആ ഒരു, കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റി. പല സ്ഥാപനങ്ങളുടെയും പരസ്യം വലുതും പ്രവൃത്തി ചെറുതുമാണ്. അവർ ഇതായിട്ട് പറയുന്നതല്ല, ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പരസ്യത്തിനെ അങ്ങനെ പറയണതല്ല. പക്ഷേ ഇവരുടെ പരസ്യം വലിയ പരസ്യമാണ്, നല്ല രീതിയിൽ എല്ലാ ടി വി എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഔട്ട്പുട്ടും ഉണ്ടെന്നുള്ളതാണ്, അവർ പ്രവൃത്തി ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എൻ്റെ മകൻ. ഞാനിപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിൻ്റെ റിപ്പയറിംഗ് ഷോപ്പാണ് നടത്തുന്നത്. ഒരു 15 വർഷം ഞാൻ സിംഗപ്പൂരുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് ഒരു 11 വർഷം ഇവിടെ തന്നെ സെയിം ജോബ് ഇലക്ട്രോണിക്സിൻ്റെ റിപ്പയറിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് സിംഗപ്പൂർ പോയത്. മറൈനിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ കൊറോണയുടെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ തിരികെ വന്നു. അതുകൊണ്ടാണ് വീണ്ടും ഈ കട തുടങ്ങിയത്. തിരികെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വിദ്യാഭ്യാസത്തിലും ഇവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പോവാത്തത്. 10ാം ക്ലാസ്സൊക്കെ വലിയ മാർക്ക് അങ്ങനത്തെ ആ രീതിയിലുള്ളതൊന്നും ഇല്ലായിരുന്നു. +1 ഇവന് ട്യൂഷൻ എടുത്ത ഇവിടെ ജയകുമാർ എന്ന് പറയുന്നൊരു സാറുണ്ടായിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം CA ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഇവനെ ഈ കൊമേഴ്സിന് ട്യൂഷന് കിട്ടത്. അദ്ദേഹം വളരെ നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചാണ് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ SCCA എടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നും പ്രശ്നമില്ല, പക്ഷേ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ ചെയ്യുക, എന്തും ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്തോളാം. പക്ഷേ എവിടെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇവൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ലക്ഷ്യയെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ നമ്മൾക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിശ്വസിക്കാറില്ല. കാരണം ഇപ്പോൾ ഒരുപാട് ഫേക്കായിട്ടുള്ളതും എന്താണെന്ന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ വൈഫും പോയി. അങ്ങനെയാണ് ലക്ഷ്യയിൽ തന്നെ ഇത് ചെയ്യാമെന്നുള്ള ഇത് വന്നത്. ലക്ഷ്യം നല്ല രീതിയിൽ ഇന്ന് വരെ അവർ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളെ അറിയിക്കുകയും ചെയ്യും. അവർക്ക് അവൻ്റെ തന്നെയാണ് ഞാൻ ചോദിച്ചു നിനക്കിപ്പോൾ നിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് നിനക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, ഒരു ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് കിട്ടണമെന്ന് ചോദിച്ചപ്പോൾ വളരെ 100% ഇതാണ് സാറ്റിസ്ഫാക്ഷനാണ്. സോ അതുകൊണ്ട് നമുക്കൊരു ഹാപ്പിയും കൂടെയാണ്.